Okay, screen കാണുന്നുണ്ടോ? Yes. So previous class we were discussing about the value analysis, അല്ലെങ്കിൽ value engineering. What is the difference between value analysis and value engineering? It's based on the timing. We can say value analysis എന്ന് പറയുന്നത് it's after the launch of the product, to further improve the performance of the product അല്ലെങ്കിൽ further reduce the cost of the product. അതിന് വാല്യൂ അനാലിസിസ് എന്ന് പറയും. വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ we know we will take some measures to improve the performance and functionality of the product അല്ലെങ്കിൽ to reduce the cost of the product at the design and development stage. അപ്പോൾ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ അതിനെ വാല്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറയും. പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടാണ് മെഷേഴ്സ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് വാല്യൂ അനാലിസിസ്. അപ്പോൾ വാല്യൂ അനാലിസിസ് അല്ലെങ്കിൽ വാല്യൂ എഞ്ചിനീയറിംഗിന്റെ സംബന്ധിച്ച് വാല്യൂ അനാലിസിസിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയാൻ പോണത്. സോ വാല്യൂ അനാലിസിസും വാല്യൂ എഞ്ചിനീയറിംഗും ഏകദേശം ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ വാല്യൂ അനാലിസിസിൽ ഇറ്റ്സ് ഇൻക്ലൂഡ് 3 ഫേസസ്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് ബ്ലാസ്റ്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് സിംപ്ലി മീൻസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദി പ്രോഡക്റ്റ്, അല്ലേ? അപ്പോൾ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് വി നീഡ് ടു ഐഡന്റിഫൈ വിച്ച് പ്രോഡക്റ്റ് ഓർ കമ്പോണന്റ് വിച്ച് വി നീഡ് ടു ഇംപ്ലിമെന്റ് വാല്യൂ അനാലിസിസ്, അല്ലേ? അപ്പോ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്പോണന്റ് സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു വാല്യൂ അനാലിസിസിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്, അല്ലെ? വാല്യൂ അനാലിസിസ് എപ്പോഴാണ്? ആഫ്റ്റർ ലോഞ്ചിങ് ദ പ്രോഡക്റ്റ് ഇൻ ദി മാർക്കറ്റ്, അല്ലെ? വി മേ ഒബ്സർവ് ദാറ്റ് ദർ ആർ സം ഷാർപ്പ് ഡിക്ലൈൻ ഇൻ ദ സെയിൽസ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ വളരെ അധികമായിട്ട് വരുന്നു, അല്ലെ? അല്ലെങ്കിൽ ദ കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ് ഈസ് വെരി ഹൈ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആർ കംപ്ലൈനിങ് അബൌട്ട് ദി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ there are some inefficiencies in the production system, അല്ലെങ്കിൽ in the design of the product. അപ്പൊ ഇങ്ങനെയുള്ള സിനാരിയോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ അനാലിസിസ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് വേണോ, അല്ലെ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്പോണന്റ് വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ അതിനെ ബേസ് ചെയ്തിട്ട് വി വിൽ സെലക്ട് ദാറ്റ് പ്രോഡക്റ്റ് ഓർ കമ്പോണന്റ്, അല്ലെ? അപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കമ്പോണന്റ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഫേസിലുള്ള സ്റ്റെപ്സ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ സെലക്ടിങ് ദ പ്രോഡക്റ്റ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഗ്യാദറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രോഡക്റ്റ്. അപ്പോ ഈ ഒരു നമ്മൾ പറഞ്ഞു, അല്ലെ, വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ബേസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ പെർഫോമൻസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ആണ്, അല്ലെ? അപ്പോൾ ഈ ഒരു കമ്പോണന്റിന്റെ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? വാട്ട് ആർ ദ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, ബിൽ ഓഫ് മെറ്റീരിയൽ, കസ്റ്റമർ ഫീഡ്ബാക്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഗ്യാദർ ചെയ്യുന്നു. ഈ ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐഡന്റിഫൈയിങ് ദ ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് ദിസ് പ്രോഡക്റ്റ്. അപ്പൊ ഈ പ്രോഡക്റ്റിന് നമ്മൾ പറഞ്ഞതുപോലെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു, അല്ലെ? ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ദർ ആർ സെവറൽ ഫങ്ഷൻസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫങ്ഷൻ ആണ് പ്രൈമറി ഫങ്ഷൻ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട്, ദാറ്റ് ഈസ് സെക്കൻഡറി ഫങ്ഷൻസ്. സെക്കൻഡറി ആവാം, അതിൽ കൂടുതൽ ഫങ്ഷൻസ് ആവാം, അല്ലെ? അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പർപ്പസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്, അല്ലെ? ആ പ്രോഡക്റ്റിന്റെ പർപ്പസ് പറയുന്ന സംഭവമാണ് അതിന്റെ മെയിൻ ഫങ്ഷൻ, അല്ലെ? ആ മെയിൻ ഫങ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏതൊരു കോമ്പോണന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ഈ പറയുന്ന ഫങ്ഷൻസ് ഉണ്ടാവും, അല്ലെ? അപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റ് ഫേസിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഐഡന്റിഫൈയിങ് ദ ഫങ്ഷൻ. അപ്പൊ ഇതൊക്കെ ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വി നോ ദർ ഈസ് എ ക്രോസ് ഫങ്ഷണൽ ടീം, അല്ലെ? കമ്പോസ്ഡ് ഓഫ് അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് ഡിഫറെന്റ് പേഴ്സണൽസ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? മാർക്കറ്റിംഗ് ആകാം, മാനുഫാക്ചറിങ് ആകാം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആകാം. അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ക്രോസ് ഫങ്ഷണൽ ടീമാണ് ഈ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാസ്റ്റ് ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐഡന്റിഫൈയിങ് ദ പ്രോഡക്റ്റ്, അല്ലെ? അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി പ്രോഡക്റ്റ്, ദെൻ the functionality of the assessing the functionality of the product. What are the main and secondary functions? Okay, next വന്നിട്ട്
സോ വാല്യൂ അനാലിസിസിൽ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, വി ആർ ബ്രിങ്ങിങ് അപ്പ് സം ഓൾട്ടർനേറ്റീവ്സ് അല്ലെ. ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് പ്രോസസ്സിംഗ് റൂട്ട് കൊണ്ടുവരാം അല്ലെ, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ, എന്തെങ്കിലും അതിന്റെ വാല്യൂ ഇംപ്രൂവ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം അല്ലെ. സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് വാട്ട് ആർ ദ ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് ദേ ഹാവ് ടു ഡിസൈഡ് അല്ലെ. അപ്പൊ ഈ ക്രോസ് ഫങ്ഷണൽ ടീംസ് ദേ വിൽ ഡിസ്കസ് വാട്ട് ആർ ദ ഓൾട്ടർനേറ്റീവ്സ്. അവര് ആ ഒരു സിറ്റുവേഷനിൽ ഫീസിബിലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതില്ല. അവര് ഇഷ്ടം പോലെ ഐഡിയാസ് വെൽക്കം ചെയ്യും. ഈ ഐഡിയാസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ലിസ്റ്റ് ചെയ്യും അല്ലെ. അതായത് ഔട്ട് ഓഫ് ദി ബോക്സ് തിങ്കിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതിൽ ഫീസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ട് അവർ കൺസിഡർ ചെയ്യത്തില്ല. ഐഡിയാസ് ജനറേഷൻ ആണ് ബ്രെയിൻ സ്റ്റോമിങ് സെഷനിൽ അവർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്നത് ആരാണ്? ക്രോസ് ഫങ്ഷണൽ ടീമാണ് ചെയ്യുന്നത്. അപ്പോ നെക്സ്റ്റ് ഈ ഐഡിയാസ് എല്ലാം അവർ ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ദേ നീഡ് ടു അസസ് ദിസ് അല്ലെ, ഇവാലുവേറ്റ് ദിസ് ബേസ്ഡ് ഓൺ ദ ഫീസിബിലിറ്റി ഓഫ് ഇംപ്ലിമെന്റേഷൻ. അപ്പോ ഇവരിപ്പോ സപ്പോസ് നമുക്കിപ്പോ ഉള്ള ഒരു പെൻസിൽ എടുക്കുകയാണ്. ഓക്കെ, ഒരു പെൻസിലിന്റെ ബോഡി ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് എ വുഡ് ഇല്ലേ. അപ്പോ ആ ബോഡിക്ക് പകരമായിട്ട് നമ്മളൊരു ഒരു പ്ലാസ്റ്റിക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോ അതുപോലെ തന്നെ അതിന്റെ ബോഡിയിൽ ഉണ്ടാകും, അതുപോലെ തന്നെ അതിന്റെ റൈറ്റിംഗ് നിബിൽ വന്നിട്ട് വേറെ മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവരാം അല്ലെ. കോമൺലി യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് ആണ്, അതല്ലാതെ തന്നെ ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന റബ്ബർ അറ്റാച്ച്മെന്റ് അതിന്റെ മെറ്റീരിയലിൽ കുറച്ച് വ്യത്യാസം കൊണ്ടുവരാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ് മെറ്റീരിയൽസ്, ഞാൻ മെറ്റീരിയൽ ആസ്പെക്റ്റിലാണ് പറയുന്നത്, മെറ്റീരിയൽസ് അവർക്ക് പ്രപ്പോസ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ മെറ്റീരിയൽസിൽ തന്നെ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓൾസോ ദേ ക്യാൻ ട്രൈ അല്ലെ. ഈ പറഞ്ഞതുപോലെ ഗ്രാഫൈറ്റ്, വുഡ്, അലൂമിനിയം ഫോയിൽ എന്നുള്ള കോമ്പിനേഷൻ മാറ്റിയിട്ട് വേറെ കോമ്പിനേഷൻസ് അവർക്ക് ട്രൈ ചെയ്യാം അല്ലെ. അപ്പോ അതിൽ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ വിൽ കൺസിഡർ ദ കോസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. പക്ഷെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫങ്ഷണാലിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. ഫങ്ഷണാലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക വേണം. The manufacturability, material availability, and with all this material, what are the improvement in the safety aspects, aesthetics, customer satisfaction level. ഇതെല്ലാം ആരെന്ത് ചെയ്യും? ക്രോസ് ഫങ്ഷണൽ ടീം വിൽ അസസ്. നെക്സ്റ്റ് വന്നിട്ട് ലാസ്റ്റ് ഫേസ്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞു എന്താണ് ബ്ലാസ്റ്റില് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദി കറന്റ് പ്രോഡക്റ്റ്, ക്രിയേറ്റില് വന്നിട്ട് ജനറേറ്റ് ആൻഡ് അനലൈസ് ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ് ഐഡിയാസ്. നെക്സ്റ്റ് വന്നിട്ട് ഫൈനലി സെലക്ടിങ് ദ ഒപ്റ്റിമം ഓൾട്ടർനേറ്റീവ്. ഓക്കെ, ഒപ്റ്റിമം ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയാസ്. ഓക്കെ, they will do some weighted scoring മെത്തേഡ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും? ഈ ഓരോ ഐഡിയാസിനെയും അവർ റേറ്റ് ചെയ്യും അല്ലെ. ബേസ്ഡ് ഓൺ ദ ഫീസിബിലിറ്റി അനാലിസിസ് ഈ ക്രൈറ്റീരിയയുടെ ബേസിൽ അവർ എന്ത് ചെയ്യും? വെയ്റ്റഡ് സ്കോറിംഗ് കൊടുക്കും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന വിത്തൗട്ട് കോംപ്രമൈസിങ് ദ ഫങ്ഷൻ അല്ലെ, ദാറ്റ് വിൽ സപ്പോർട്ട് ദ കോസ്റ്റ് റിഡക്ഷൻ, ഇതെല്ലാം വെച്ചിട്ടുള്ള ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദേ വിൽ സെലക്ട്. ഓക്കെ, അപ്പോ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ദേ നീഡ് ടു സെറ്റ് അപ്പ് എ പ്ലാൻ ഫോർ എക്സിക്യൂഷൻ അല്ലെ. അപ്പൊ ഈ പ്ലാനിൽ വന്നിട്ട് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഫൈനൽ ഡ്രോയിങ്സ്, മെറ്റീരിയൽസ്, പ്രോസസിങ് റൂട്ട്. ഓക്കെ, അപ്പോ ഇതെല്ലാം എന്ത് ചെയ്യണം? ദേ നീഡ് ടു ഡെവലപ്പ്. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദിസ് അല്ലെ, they need to assess whether there is a improvement in the value, അല്ലെങ്കിൽ customers are getting satisfied, where there are any improvement in the performance അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം they need to monitor. അപ്പൊ ഇത്രയുമാണ് എന്തിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്? കോസ്റ്റ് വാല്യൂ അനാലിസിസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ വാല്യൂ അനാലിസിസ്. ഇത് മനസ്സിലായോ? നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് അപ്പോ ഇതാണ് വാല്യൂ അനാലിസിസിന്റെ പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് വന്നിട്ട് സം അതർ ടെക്നിക്സ് വി ആർ കറന്റ്ലി ഫോളോവിങ് ഇൻ ദ ഇൻഡസ്ട്രീസ് ഫോർ കോസ്റ്റ് റെഡ്യൂസിങ്. ഓക്കെ, അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? സ്റ്റാൻഡർഡൈസിങ്
some guidelines, like standardizing the guidelines for to manufacture this product, അല്ലെങ്കിൽ setting some standards for the performance of the product. Okay, some that is technical specifications, ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഹലോ ഹലോ കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, സ്റ്റാൻഡർഡൈസിങ് ദ തിങ്സ് വി ആർ ഡൂയിങ്, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ്, ഡ്രോയിങ്, ഡിസൈനിങ് അല്ലെ, അല്ലെങ്കിൽ ദ പ്രൊഡക്ഷൻ പ്രോസസ്, ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യുകയാണ്. ഫോർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്? ഫോർ റെഡ്യൂസിങ് ദ കമ്പോണൻസ്. ഓക്കെ, റെഡ്യൂസിങ് ദ കമ്പോണൻസ്, അല്ലെങ്കിൽ bringing uniformity in the components, അല്ലെങ്കിൽ for improving the interchangeability of the components. Okay, for example പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ one second. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാൻഡർഡൈസേഷനിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? റെഡ്യൂസിങ് ദ കമ്പോണൻസ് അല്ലെ. ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നോൺ സ്റ്റാൻഡേർഡ് കമ്പോണൻസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ നോൺ സ്റ്റാൻഡേർഡ് കമ്പോണൻസിന്റെ നിങ്ങൾ അതിന്റെ തിങ്സ് നോക്കി കഴിഞ്ഞാൽ ദ മെറ്റീരിയൽസ് ആർ ഡിഫറെന്റ്, ലൈക് ഡയമെൻഷൻസ് ആർ ഡിഫറെന്റ്, ആൻഡ് അതിനകത്തുള്ള ചിലപ്പം പിച്ച് ലെങ്ത്, ഈ സ്ക്രൂവിന്റെ ത്രെഡ് വന്നിട്ട് അത് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോ മൊത്തത്തിൽ പറഞ്ഞാൽ എന്താണ്? വളരെ കോംപ്ലക്സ് ആയിട്ട് ദ നമ്പർ ഓഫ് കമ്പോണൻസ് ഈസ് വെരി ലാർജ് അല്ലെ. അതുപോലെ നമുക്കൊരു വി കാൻ സീ എനി യൂണിഫോമിറ്റി അമോങ് ദിസ് കമ്പോണൻസ് അല്ലെ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഇതിനെ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാൽ യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ഇവിടെ എന്ത് ചെയ്തു? മെറ്റീരിയൽസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു, ഡിസൈൻ സ്റ്റാൻഡർഡൈസ് ചെയ്തു, ഡയമെൻഷൻസ് സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വി ക്യാൻ ഇംപ്രൂവ് ദ റിലയബിലിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് അല്ലെ. ഓരോ കമ്പോണന്റ് ചേർന്നിട്ടാണ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് ഡെവലപ്പ് ആവുന്നത്. അപ്പൊ റിലയബിലിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് ആൾസോ വി ക്യാൻ ഇംപ്രൂവ് ദ ഇന്റർചേഞ്ചബിലിറ്റി ഓഫ് ദി കമ്പോണൻസ്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞൊരു സിമ്പിൾ കമ്പോണൻസിന്റെ കേസിലാണ്. ഇത് തന്നെ വി ക്യാൻ എക്സിക്യൂട്ട് ദിസ് ഇൻ പ്രോഡക്റ്റിന്റെ കേസിലും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു വി ക്യാൻ റെഡ്യൂസ് ദ ഡിസൈൻ കോംപ്ലക്സിറ്റി അല്ലെ. അപ്പോ ഇത് ഒരുപാട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ആ ഓരോ കമ്പോണൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രോയിങ്സ് ആണ് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇവിടെ ആ ഒരു കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വി ക്യാൻ കസ്റ്റമർ കൺവീനിയൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു സ്പെയർ പാർട്സിന്റെ ഒരു നെറ്റ് ആൻഡ് ബോൾട്ട് അസംബ്ലി അപ്പോ റീപ്ലേസ് ചെയ്യണമെങ്കിൽ, ഫ്യൂച്ചറിൽ കസ്റ്റമറിനെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും ഈ ബോൾട്ട് ആൻഡ് നെറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ കസ്റ്റമർ കൺവീനിയൻസ് ഈസ് ഇംപ്രൂവ്ഡ് അല്ലെ. പിന്നെ ഡിസൈനേഴ്സിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിസോഴ്സ്
കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ഇല്ല അല്ലെ. മെറ്റീരിയൽസിനെ വന്നിട്ട് വളരെ കോമൺ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ദാറ്റ് വിൽ ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി അല്ലെ. ദാറ്റ് വിൽ എലിമിനേറ്റ് ദ വേസ്റ്റ് റിഡക്ഷൻ പോസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ദ നമ്പർ ഓഫ് കമ്പോണൻസ് ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ് അല്ലെ. നമ്പർ ഓഫ് കമ്പോണൻസ് റെഡ്യൂസ് ആയി. സോ നമുക്ക് പറയാം കുറച്ചും കൂടെ ഈസിയർ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് പോസിബിൾ ആണ് വിത്ത് സ്റ്റാൻഡർഡൈസ്ഡ് കോമ്പോണൻസ് അല്ലെ. ഓക്കെ, അപ്പൊ ഇതില് മറ്റൊരു പ്രോഡക്റ്റിന്റെ ബേസിലുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2024 വന്നിട്ട് യൂറോപ്യൻ യൂണിയൻ ഒരു മാൻഡേറ്റ് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ഐഫോണിന്റെ കേസിൽ അതിലെ ചാർജിങ് പോർട്ട് USB-C സ്റ്റാൻഡർഡൈസ് ആക്കി അവര് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ഓർഡർ കൊണ്ടുവന്നു. അപ്പൊ എന്തിനാണ് ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ഒരു സസ്റ്റൈനബിലിറ്റി ആണ്. കാര്യം ഈ വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് EU ഗവൺമെന്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ അപ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാല് ബൈ ദാറ്റ് കസ്റ്റമേഴ്സിന്റെ കൺവീനിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയി അല്ലെ. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു അഡാപ്റ്റർ അവർക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ എല്ലാ എക്യുപ്മെന്റ്സിനെയും ചാർജ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് ഇതുകൊണ്ടുണ്ടായി. അപ്പോ അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇപ്പോ ടൊയോട്ടയുടെ കേസില് TNGA എന്ന് പറയും. ടൊയോട്ട ന്യൂ ഗ്ലോബൽ ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോം അവരെ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചാല് ഇത് ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ കേസില് അവർ ചാസി അതുപോലെ സസ്പെൻഷൻ സിസ്റ്റം ഇലക്ട്രിക്കൽ കണക്ടേഴ്സ് ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തു. അതായത് ഒറ്റ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് തന്നെ ഒരുപാട് മോഡൽസ് ഒരുപാട് വേരിയൻസിൽ അവർക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലെ. വേസ്റ്റ് റിഡക്ഷൻ, പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ആവും, അതുപോലെ ഇൻവെന്ററി മാനേജ്മെന്റ്, കമ്പോണന്റ് റിഡക്ഷൻ, കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈൻ കൊണ്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുപോലെ ഇത് സ്റ്റാൻഡർഡൈസേഷൻ ഈസ് ഓൺ ടെക്നിക് അല്ലെ. അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ഈസ് എ ടെക്നിക് യൂസ് ടു ബ്രിങ് ഇൻ യൂണിഫോമിറ്റി ആൻഡ് ഇന്റർചേഞ്ചബിലിറ്റി ഇൻ ദ പ്രോഡക്റ്റ് ലൈൻ അല്ലെ. ഓക്കെ, അപ്പോ അതുപോലെ മറ്റൊരു ടെക്നിക്കാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. സിംപ്ലിഫിക്കേഷന്റെയും മെയിൻ ഉദ്ദേശം എന്ന് ചോദിച്ചാല് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ബൈ വെർച്യൂ ഓഫ് ഡിപ്ലോയിങ് ദിസ് സ്റ്റാൻഡർഡൈസേഷൻ നമുക്ക് പറഞ്ഞു വി ക്യാൻ റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഇൻ ഡിസൈൻ അല്ലെ. അതുപോലെ ഡിസൈനില് കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഷൂ പോളിഷിംഗ് ടീംസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒന്ന് കിവി അതുപോലെ തന്നെ ചെറിയുടെ. അപ്പോ ഇതില് ഒരെണ്ണത്തില് ഇതിന്റെ ഓപ്പണിംഗ് മെക്കാനിസം എന്ന് ചോദിച്ചാല് ദർ ഈസ് എ ലിവർ മെക്കാനിസം ആണ്. ആ ലിവർ ടിൽട്ട് ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ചെറിയ പ്രോഡക്റ്റിന്റെ കേസിൽ ചെറിയുടെ ഷൂ പോളിഷർ ടിന്നിന്റെ കേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദർ ഈസ് എ സ്നാപ്പ്, അതായത് ദർ ഈസ് എ പ്രസ് ആൻഡ് ഓപ്പൺ. ഈ ഒരു എൻഡിൽ വന്നിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഈ രണ്ട് ഡിസൈനിലും ഉള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അല്ലെ, കിവി എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ കേസിൽ അല്ലെ, ഇത് ഈ ടിന്നിന്റെ കേസിൽ വി ക്യാൻ സീ എ അഡീഷണൽ കമ്പോണന്റ് അല്ലെ. ഈ ഒരു അഡീഷണൽ കമ്പോണന്റ് ഉണ്ട്. അപ്പോൾ ചെറിയ എന്ത് ചെയ്തു, ആ ഒരു കമ്പോണന്റ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ന്യൂ ഒരു ഓപ്പണിംഗ് ടെക്നിക്ക് കൊണ്ടുവന്നു അല്ലെ. അപ്പോൾ ഇതെന്താണ്, ഇവിടെ വാല്യൂ ഇംപ്രൂവ് ചെയ്തു അല്ലെ. അതൊരു കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്കുമാണ്. അപ്പൊ ഇതുപോലെ കുറെ എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും കാണാൻ പറ്റും. സിംപ്ലിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ റെഡ്യൂസിങ് ദ കോംപ്ലക്സിറ്റി ഇൻ ഡിസൈൻ. അപ്പൊ ഡിസൈനിൽ കോംപ്ലക്സിറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ബൈ റെഡ്യൂസിങ് ദ കമ്പോണൻസ് ഇൻ ദ പ്രോഡക്റ്റ് അല്ലെ, അല്ലെങ്കിൽ റെഡ്യൂസിങ് ദ മെറ്റീരിയൽ യൂസ്ഡ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ നെറ്റ് ആൻഡ് ബോൾട്ടിന്റെ കേസിലും ഈ മെറ്റീരിയൽ യൂസേജ് ഇവിടെ കുറയ്ക്കാനായിട്ട് ഇതും എന്താണ്, സിംപ്ലിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. മെറ്റീരിയൽസ് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നോൺ സ്റ്റാൻഡർഡൈസ്ഡ് കോമ്പോണൻസിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് കോമ്പോണൻസിൽ വന്നിട്ട് മെറ്റീരിയൽസ് സിംഗിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ. സോ മെറ്റീരിയൽ റിഡക്ഷൻ ആൾസോ പോസിബിൾ വിത്ത് ദി
സിംപ്ലിഫിക്കേഷൻ. ഇനി അതുപോലെ സിംപ്ലിഫിക്കേഷൻ വരുന്നത് മറ്റൊരു പ്രോസസ് റൂട്ടിലും സിംപ്ലിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെ. ഫ്യൂവർ റൂട്ട്സ്, ഫ്യൂവർ പാർട്സ് അല്ലെങ്കിൽ ഫ്യൂവർ മെറ്റീരിയൽസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, പ്രൊഡക്ഷൻ സ്ട്രീം ലൈൻഡ് ആയി അല്ലെ. പ്രോസസ്സ് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും അല്ലെ. അപ്പോൾ ദിസ് ഈസ് നോൺ ആസ് എ സിംപ്ലിഫിക്കേഷൻ. ഇതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഓല ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ വന്നിട്ട് അതിന്റെ ചേസസ് അവർ യൂസ് ചെയ്യുന്ന ഡൈ കാസ്റ്റ് അലൂമിനിയം ഫ്രെയിമാണ്. അതായത് ഒരു സിംഗിൾ കാസ്റ്റിംഗ് കൊണ്ട് തന്നെ അവർക്ക് എൻ്റെ ചാസി യൂണിറ്റ് ഫ്രെയിം, ചാസി ഫ്രെയിം അവർക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മുമ്പ് നിങ്ങൾ വേറെ പല മോഡൽസ് അല്ലെങ്കിൽ വേറെ പല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വെൽഡഡ് ജോയിന്റ്സ് വിസിബിൾ ആണ്. അപ്പോ ഇങ്ങനെയുള്ള ആ വെൽഡിങ് അതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു സിംഗിൾ ഡൈകാസ്റ്റ് അലൂമിനിയം ഫ്രെയിം വെച്ചിട്ട് അവർക്ക് സാധിച്ചു. സോ ഇവിടെ വന്നിട്ട് എന്ത് സംഭവിക്കുന്നു, പാർട്ട് കൗണ്ട് വിൽ ബി റെഡ്യൂസ്ഡ്, വെൽഡിങ് ഓപ്പറേഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. സോ പ്രൊഡക്ഷൻ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഐക്കിയ ഫർണിച്ചർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് ജയന്റ്സ് ആണ്. പ്രപ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചാല് അവരെ പ്രോഡക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ എ ഫ്ലാറ്റ് പാക്ക്. എൻ്റെ പ്രോഡക്റ്റിന്റെ കമ്പോണൻസും ഡിസ്മാൻഡിൽ ചെയ്ത് ഒരു സിംഗിൾ ഒരു പാക്കിൽ, ഒരു ഫ്ലാറ്റ് പാക്കിലായിട്ട് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ്. സോ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അസംബ്ലിംഗ് ടൈം ദേ ക്യാൻ റെഡ്യൂസ് അല്ലെ. സിംഗിൾ പാക്ക് ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഈസ് ഈസി. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അവർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി അല്ലെ. അതുപോലെ ഇതിന്റെ ജോയിന്റ്സ് ഒക്കെ വന്നിട്ട് ക്വിക്ക് ആയിട്ടുള്ള അസംബ്ലി, ക്വിക്ക് ആയിട്ടുള്ള സ്നാപ്പ് ഫിറ്റ് അസംബ്ലിയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ് റാദർ ദാൻ യൂസിങ് നെറ്റ് ആൻഡ് ബോൾട്ട് അസംബ്ലി അല്ലെങ്കിൽ ട്രഡീഷണൽ ഫാസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് സ്നാപ്പ് ഫിറ്റ് അസംബ്ലിയാണ്. സോ അതും കസ്റ്റമേഴ്സിന് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അസംബ്ലിങ് പ്രോസസ്സ്. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മൾട്ടി യൂസ് പാർട്സ് ആണ്. പല ഡിഫറെന്റ് പ്രോഡക്ട്സിലും അവർ വന്നിട്ട് കോമൺ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അവർക്ക് വീണ്ടും എന്താണ്, മെറ്റീരിയൽസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കമ്പോണൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു സിംപ്ലിഫിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇത് ഐക്കിയ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവര് അതിന്റെ പ്രോഡക്റ്റിന്റെ ഇൻസ്ട്രക്ഷൻ, അസംബ്ലിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് ടെക്സ്റ്റിലല്ല കൊടുക്കുന്നത്, അവര് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല് ഒറ്റ പ്രിന്റിങ്ങിൽ തന്നെ പല പല റീജിയനിലേക്ക് അവർക്കത് പല കസ്റ്റമേഴ്സിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് അവർക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. ഡിഫറെന്റ് ലാംഗ്വേജിൽ പ്രിന്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. സോ ഇതെല്ലാം എന്താണ്, ഡിഫറെന്റ് സിംപ്ലിഫിക്കേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ കോസ്റ്റ് റിഡക്ഷൻ. പ്രൈമർലി ഇറ്റ്സ് ഫോർ ദി കോസ്റ്റ് റിഡക്ഷൻ അല്ലെ. എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി നമ്മൾ പറഞ്ഞു അല്ലെ, സിംപ്ലിഫിക്കേഷനിൽ ഇക്കയുടെ കേസിൽ ട്രാൻസ്പോർട്ടേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ദെൻ ഡിസൈനിങ് എഫിഷ്യന്റ് ആക്കാൻ പറ്റുന്നുണ്ട്, പ്രൊഡക്ഷൻ എഫിഷ്യന്റ് പറ്റുന്നുണ്ട്, മെറ്റീരിയൽ മാനേജ്മെന്റ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. So these are the efficiency improvement. Then time saving, then simplification കൊണ്ടുവരുമ്പോൾ few parts ആണ്. സോ അതിന്റെ പ്രൊഡക്ഷനിൽ, അതിന്റെ ഡിസൈനിങ് പ്രോസസ്സിലും അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം വി ക്യാൻ സേവ്. Then ease of assembly, reduced maintenance, scalability, automation, reliability, user friendly. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിംപ്ലിഫിക്കേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? സിംപ്ലിഫിക്കേഷൻ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ നോക്കി കഴിയുമ്പോൾ സ്റ്റാൻഡർഡൈസേഷനും സിംപ്ലിഫിക്കേഷനും ഏകദേശം കോറിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ, എന്താണ് സിംപ്ലിഫിക്കേഷൻ അല്ലെ? സ്റ്റാൻഡർഡൈസേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്, സ്റ്റാൻഡർഡൈസിങ് ദ പ്രൊസീജിയേഴ്സ് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഇംപ്രൂവിംഗ് ദ യൂണിഫോമിറ്റി ആൻഡ് ഇന്റർചേഞ്ചബിലിറ്റി. അതുപോലെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, റെഡ്യൂസിങ് ദ ഡിസൈൻ കോംപ്ലക്സിറ്റി ബൈ റെഡ്യൂസിങ് ദ നമ്പർ ഓഫ് പാർട്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ യൂസ്ഡ് അല്ലെ, റെഡ്യൂസിങ് ദ കോംപ്ലക്സിറ്റി ഇൻ മാനുഫാക്ചറിങ്. ഇതെല്ലാം എന്താണ് സിംപ്ലിഫിക്കേഷന്റെ
കാര്യമാണ്. അപ്പൊ ഇത് ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ വാല്യൂ അനാലിസിസ് അല്ലെ, അതുപോലെ അനദർ ഡിഫറെന്റ് ടെക്നിക്സ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് അല്ലെ, സ്റ്റാൻഡർഡൈസേഷൻ, അതുപോലെ സിംപ്ലിഫിക്കേഷൻ. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് മോർ ദാൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ടെക്നിക്, ഇറ്റ്സ് എ സ്ട്രാറ്റജി. അപ്പൊ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? Yes, sir. Okay. Attendance more. Number 1. Sir, 1%. 2. 2 absent. 3. Present. 4. 4. Sir, 2% ആണ്. 5%. 2. Okay. 6. 6%. 7. 7%. 8. 7%. 10. 10%. Sir, 9%, sir. Okay. 10%. 11%, sir. 12. 12 absent. 13. 13%, sir. 14. Present, sir. 14%. 15. 15%. 16. 16%. 17. 70%. 18. Present, sir. 19. Present, sir. 20. Present, sir. 21. 20. 20 ആണ്. 20%, sir. 20 എന്തിനാ പോയത്? 20 ഞാനല്ല, absent sir. ആണ്. 20 absent ആണ്. 21. അല്ല sir. 20% ആ സാർ. 21. ഞാനല്ല മൂവ് ചെയ്ത. Okay, 21. 21 absent. 22. 22%. 23. 23%. 24. 24 absent. 25. Present, sir. 26. Present, sir. 27. 27. 28. Present, sir. 29. Present, sir. 30. Present, sir. 31. 31 absent. 32. Present, sir. 33. Present, sir. 34. Present, sir. 35. Present, sir. 36. Present, sir. 37. Present, sir. 38. Present, sir. 39. 39 absent. 40. Present, sir. 41. 41. 42. 42. 42. 42. 43. 43%, sir. 44. 44% സാർ 24 മൈക്ക് ഒന്ന് കമന്റിൽ ഇട്ടിരുന്നേ. 24. Okay. 45. 45%, sir. 46. Sir, 46-ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ എന്ന് പറയാൻ പറഞ്ഞു. Okay. 47. 47%, sir. 48. Present, sir. 49. 49 absent. 50. 50%, sir. 51. 52%, sir. 53. 53%, sir. 54. 54 absent. 55. 55%, sir. 56. Present, sir. 57. Present, sir. 58. Present, sir. 59. Present, sir. 60. Present, sir. 61. Present, sir. 62.
62 absent. 63. Present, sir. 64. Present, sir. 65. Present, sir. 66. Present, sir. 67. Present, sir. 68. Present, sir. 69. Present, sir. 70. Present, sir. 71. Present, sir. 72. Present, sir. 73. Present, sir. 74. Present. 75. 74 വരെ ഉള്ളു സാർ. Okay. Sir, 31 ഉണ്ട്. 31 ഉണ്ടോ? Okay. Sir, 2 ഉണ്ടായിരുന്നു. Number 2. 54%. Absentees ഒന്നുകൂടെ പറയാം. 12 ഉണ്ടോ? 12 ഉണ്ട് സാർ. 14 ഉണ്ടോ? 14 ഉണ്ട് സാർ. 15 ഉണ്ടോ? 15 ഉണ്ടായിരുന്നു. 15 ഉണ്ട്. 21 ഉണ്ടോ? 21 ഇല്ല. 25 ഉണ്ടോ? 39 ഉണ്ടോ? 49. 54. Sir, 54. 62 ഉണ്ടോ? 70 ഉണ്ടോ? ഓക്കെ, താങ്ക് യു. സാർ 70 ഉണ്ടായിരുന്നു, അവൻ പറഞ്ഞിട്ടാണ് പോയത്. ആണോ? ശരി, 70 ഉണ്ട്. 70. 70 ഉണ്ട്. ശരി, ഓക്കെ. സാർ 15.